പാലക്കാട് വടക്കാരപ്പാതിയിൽ മോഷണ ശ്രമത്തിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. റിമാൻഡിലായ പ്രതി ഉദയകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യും. കൊലപാതകത്തിൽ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പ്രതി മൊഴി മാറ്റി പറഞ്ഞതിൽ സംശയമുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ പറയും. ഗൗതം, പാലക്കാട് വടകരപ്പതി കൊലപാതകത്തിൽ ഈ സ്വർണം മോഷ്ടിക്കാൻ വടകരപ്പതിയിൽ 19-കാരൻ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിലായ പ്രതി ഉദയകുമാറിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നുള്ളതാണ്. പ്രതിയുടെ മൊഴികളിലെ സംശയത്തെ തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൊലപാതകത്തിന് ആരുടെയും സഹായിച്ചിട്ടില്ലെന്ന് പ്രതി മൊഴി മാറ്റി പറഞ്ഞതിൽ സംശയമുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. സുഹൃത്തായ 17-കാരൻ കൊലപാതകത്തിന് സഹായിച്ചു എന്നായിരുന്നു ഉദയകുമാർ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന ഒരു വിവരം എന്നുള്ളത് ഈ 17-കാരനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ 17-കാരൻ താൻ കൊലപാതകത്തിന് സഹായങ്ങൾ ചെയ്തു എന്നുള്ള ഒരു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 17-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കും എന്നുള്ള വിവരമാണ് ഉള്ളത്. ഏതായാലും കൊല്ലപ്പെട്ട സരസാളിന്റെ മൂക്കുത്തി അത് എവിടെ മോഷ്ടിച്ചു എന്നുൾപ്പെടെ എവിടെ വിറ്റു എന്നുള്ളത് ഉൾപ്പെടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ മൂക്കുത്തി പൊള്ളാച്ചിയിൽ കൊണ്ടുപോയിട്ട് പ്രതി വിൽപ്പന നടത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കഴിഞ്ഞ ജൂൺ 10-ാം തീയതി ആയിരുന്നു ഇത്തരമൊരു സംഭവം നടന്നത്. സരസാൾ എന്നുള്ള 66 വയസ്സുകാരിയാണ് പ്രദേശവാസിയായ ഉദയകുമാറും അതുപോലെ തന്നെ ഈ 17-കാരനും ചേർന്ന് ഒരു 2 അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.